നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലോ. വിനി ജൂനിയർക്കായിട്ട് 150 മില്യൺ യൂറോ റയൽ മാഡ്രിഡ് വിലയിട്ടേക്കും എന്ന് പലരും ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ട്. താരം ഇപ്പോൾ റയലിൽ എത്തിയിട്ടുണ്ട്. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടന്നില്ലെങ്കിൽ 150 മില്യൺ യൂറോ വിലയിട്ടേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ 100 മില്യൺ യൂറോക്ക് മുകളിൽ വിലയിട്ട് ട്രാൻസ്ഫർ നടന്ന താരങ്ങളുടെ ഒരു ലിസ്റ്റ്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നെയ്മർ ജൂനിയർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 220 മില്യൺ യൂറോക്ക് മുകളിലുള്ളൊരു സംഖ്യക്ക് അദ്ദേഹം PSG പോയത് ഓർമ്മയില്ലേ? അദ്ദേഹത്തിൻ്റെ മൊത്തം ട്രാൻസ്ഫർ തുക, അതായത് അദ്ദേഹം പല ക്ലബ്ബുകളിലേക്കായിട്ട് പോയതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, നേരത്തെ സാൻഡോസിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് എത്തിയത്, ബാഴ്സയിൽ നിന്ന് PSG പോയത്, PSG നിന്ന് അൽ ഹിലാലിലേക്ക് പോയത്, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 400 മില്യൺ യൂറോക്കും മുകളിൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ സംഖ്യകൾ പോയിട്ടുണ്ടെന്നാണ് കണക്ക്. മാർക്ക് കൃത്യമായിട്ട് കണക്ക് പറയുന്നു. മറ്റൊരു 100 മില്യൺ ട്രാൻസ്ഫർ റൊമേലു ലുക്കാക്കുവിൻ്റെതാണ്. ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി പലതവണ ട്രാൻസ്ഫറുകളൊക്കെ നടന്നു. 370 മില്യൺ ചിലവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് പല ട്രാൻസ്ഫറുകളിലായിട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ കാര്യത്തിൽ മൂന്നാമത്. ടോട്ടൽ വരുന്നതിൽ 247 മില്യൺ യൂറോ പല ട്രാൻസ്ഫറുകളിലായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കപ്പെട്ടിട്ടുണ്ട്. ആൽവരോ മൊറാറ്റ ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുകൾ ടോട്ടൽ വന്നത് 229 മില്യൺ യൂറോയാണ്. ഇനി 100 മില്യണിന് മുകളിൽ വന്ന ട്രാൻസ്ഫറുകൾ: കിലിയൻ എംബാപ്പെ 180 മില്യൺ യൂറോ. അദ്ദേഹത്തെ മൊണോക്കോയിൽ നിന്ന് PSG സ്വന്തമാക്കിയതാണ് ഒരു വലിയ തുകക്ക്. അവിടെ നിന്ന് പക്ഷേ റയലിലേക്ക് പോയത് ഫ്രീ ട്രാൻസ്ഫർ ആയിരുന്നു, ഫ്രീ ഏജൻ്റായിട്ടാണ്. അലക്സാണ്ടർ ഐസക് 145 മില്യൺ യൂറോസ്. ലിവർപൂൾ എല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കുകയായിരുന്നു. കഴിഞ്ഞ സമ്മറിലാണ് അത് സംഭവിച്ചത്. അലക്സാണ്ടർ ഐസക് വാസ് ചൂസൺ ഫോർ 145 മില്യൺ യൂറോ. പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈനിങ് ആയിരുന്നു അത്. മോർഗൻ റോജേഴ്സ് 138 മില്യൺ യൂറോസാണ്. ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കി. 138 മില്യൺ യൂറോ. ദെൻ എലിയറ്റ് ആൻഡേഴ്സൺ 135 മില്യൺ യൂറോസാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നടന്നത്. സിറ്റിയിൽ പുതിയ എറ, മറേസ്ക എത്തിയതിന് ശേഷമുള്ള നീക്കം. ഏതായാലും ഏത് രൂപത്തിലത് ഇനി അവർക്ക് ഫലവത്താവുന്നുള്ളത് കണ്ടറിയണം. ജാവോ ഫെലിക്സ് 127.2 മില്യൺ യൂറോ. ആൻറ്റോയിൻ ഗ്രീസ്മാൻ ബാഴ്സലോണയിലേക്ക് പോയ സമയത്താണത്. അവർ അത്ലറ്റിക്കോ മാഡ്രിഡ് ജാവോ ഫെലിക്സിനെ കൊണ്ടുവന്നത് ബെൻഫിക്കയിൽ നിന്ന് വലിയ തുക കൊടുത്തിട്ട്. ഫ്ലോറിയൻ വെർട്സ് 125 മില്യൺ യൂറോ. സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസണിൽ നിന്ന്. എന്തായാലും അൾട്ടിമേറ്റ്ലി ലിവർപൂൾ സെക്യൂർഡ് ഹിസ് സർവീസ്, ഓൾദോ വേർഡ്സ് ഫസ്റ്റ് സീസൺ ആസ് എ റെഡ് ഹാസൻറ്റ് ലൈവ്ഡ് അപ് ടു ദി എക്സ്പെക്റ്റേഷൻസ്. അത് നമുക്കറിയാം. പക്ഷേ പിന്നീട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മികവ് എന്താണെന്നുള്ളത് നമുക്കറിയാം. 125 മില്യൺ യൂറോ കൊടുത്തിട്ടാണ് ലിവർപൂൾ സ്വന്തമാക്കിയത്. എൻസോ ഫെർണാണ്ടസിന് 121 മില്യൺ യൂറോ കൊടുത്തിട്ടാണ് ചെൽസി സ്വന്തമാക്കിയിരുന്നത്. 2023 ജനുവരിയിൽ എൻസോ ഫെർണാണ്ടസ് എത്തുന്നു. ഫിലിപ്പെ കുട്ടിഞ്ഞോ 120 മില്യൺ യൂറോക്ക് എവിടെ നിന്ന്? ലിവർപൂളിൽ നിന്ന് FC ബാഴ്സലോണയിലേക്ക് ചേക്കേറിയ കണക്കാണത്. ആൻറ്റോയിൻ ഗ്രീസ്മാൻ 120 മില്യൺ യൂറോ. അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് FC ബാഴ്സലോണയിലേക്ക് ചേക്കേറിയത്. ജാക്ക് ഗ്രീലിഷ് 117.5 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് അദ്ദേഹം എത്തിയത് മോസ്റ്റ് സർപ്രൈസിങ് സൈനിങ് ആയിരുന്നു ഗാർഡിയോളയുടെ കാലത്ത് അത് സംഭവിച്ചത് എന്നുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ വില്ലയ്ക്ക് 117.5 മില്യൺ യൂറോ ആണ് 2021 കൊടുത്തത്. ഡെക്ലാൻ റൈസ് 116.6 മില്യൺ യൂറോക്ക് ആഴ്സണലിലേക്ക് എത്തിയത് അടുത്ത ലിസ്റ്റിൽ വിടുന്നു. ദെൻ മോയിസസ് കൈസൈഡോ 116 മില്യൺ യൂറോക്ക് അദ്ദേഹം ചെൽസിയിലേക്ക് എത്തിയത്. എദൻ അസാഡ് റയൽ മാഡ്രിഡിലേക്ക് എത്തിയത് 115 മില്യൺ യൂറോക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതിനു ശേഷം അത് കവർ ചെയ്യുന്ന ഉദ്ദേശത്തിൽ ട്രാൻസ്ഫർ, പക്ഷേ താരത്തിൻ്റെ പരിക്കും മറ്റു കാരണങ്ങൾ കൊണ്ടും ഫ്ലോപ്പ് ആവുകയായിരുന്നു. റൊമേലു ലുക്കാക്കു 113 മില്യൺ യൂറോ. സോ ചെൽസിയിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ തേർഡ് സ്പെല്ലായിരുന്നു. അത് 2021 ഇത്ര വലിയ തുകക്കെത്തുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 112 മില്യൺ യൂറോ യുവൻഡസിലേക്ക്, റയൽ മാഡ്രിഡിൽ നിന്ന് യുവൻഡസിലേക്ക് പോയ പോക്കാണത്. സാൻഡ്രോ ടൊണാലി 108 മില്യൺ യൂറോക്കാണ് ടൊണാലി AC മിലാനിൽ നിന്ന് ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് എത്തിയിരുന്നത്. പോൾ പോഗ്ബ 105 മില്യൺ യൂറോ. അത് അദ്ദേഹം യുവൻഡസിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയപ്പോഴാണ് അങ്ങനെ. ഒസ്മാൻ ഡെംബലെ
105 മില്യൺ യൂറോ. അത് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒക്കെയുള്ള ടീമിലേക്ക് ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് വന്നത്. ജൂഡ് ബെല്ലിംഗാം 103 മില്യൺ യൂറോയാണ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത്. ഗാരത്ത് ബെയ്ല് 101 മില്യൺ യൂറോക്കാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത്. കായ് ഹവേർട്സ് 100 മില്യൺ യൂറോക്കാണ് ചെൽസിയിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വമ്പൻ ട്രാൻസ്ഫറുകൾ, ഇതിൽ പലതിനെയും മറികടന്നുകൊണ്ട് വിനിയുടെ ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.